നമ്മുടെ ഒക്കെ മക്കള് നന്നാവണമെങ്കിൽ നമ്മളിൽ രൂപപ്പെടേണ്ട ഒന്നാമത്തെ ആശയം, ഉപ്പ കളവ് പറയാറില്ല, ഉമ്മ കളവ് ചെയ്യാറില്ല എന്ന് മക്കൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ വേറെ കുറെ തർബിയത്തിന്റെ ക്ലാസ്സോ പാരന്റിങ്ങിന്റെ സെഷനുകളോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ആ മക്കൾ നന്നായിക്കോളും. ഇന്നല്ലാഹ ലയഹ്ഫദു ബിർറജുലി സ്വാലിഹി വലദഹു വലദ വലദിഹി വൽ ഖറയത്തല്ലതി ഹുവ ഫീഹാ. ഒരു ഉപ്പ നന്നായാൽ, ഒരു ഉമ്മ സ്വാലിഹത്തായാൽ ആ കുട്ടിനെ ശരിപ്പെടുത്താൻ ഇനി എവിടെ പോകണ്ട. വടി നേരെയാണെങ്കിൽ അതിന്റെ നിഴല് വളയില്ല, വടി വളഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴല് നേരെയും ആവില്ല. ഉപ്പ ഫോണിൽ ഹറാമ് കാണുകയാണ്. ഞാൻ മദ്രസയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉപ്പ ഫോൺ മിനിമൈസ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു, ഓഫാക്കുന്നു എന്ന് 4ാം ക്ലാസ്സിൽ പക്വത എത്തിത്തുടങ്ങിയ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആയിരക്കണക്കിന് കോളേജിൽ ആ കുട്ടിനെ ചേർത്തിട്ടും ഫലം കാണില്ല. നമ്മൾ സത്യസന്ധരാവണം. എന്താണ് സത്യസന്ധത? കളവ് പറയരുത് എന്നാണോ ഈ സിദ്ഖിന്റെ അർത്ഥം? അല്ല, അത് ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. സിദ്ഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹ്മഹുല്ലാ അവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ പറഞ്ഞു, അഖല്ലു സിദ്ഖി, സിദ്ഖിന്റെ ഏറ്റവും ചെറിയ രൂപം ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ദോനോ ബറാബർ ഹേ, ഒരേപോലെ ശുദ്ധി ഉണ്ടാവണം. പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രമായി, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശത്രുവാകുന്ന വാപ്പക്ക് എങ്ങനെയാ നല്ല കുട്ടിയെ കിട്ടുക? മക്കൾ വരുമ്പോൾ വാപ്പ അർജന്റീന ഫ്രാൻസിന്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് ഓഫാക്കി, മക്കൾ എന്നോ ഒരു കാലത്ത് അത് കണ്ടു, അപ്പോൾ ബാക്കി അവർ ഖിയാസാക്കിക്കോളും. അഖല്ലു സിദ്ഖി ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാവണം. ഈ കളവിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു വട്ടം നമ്മെ വിശ്വസിക്കുന്നയാൾക്ക് നമ്മൾ പറഞ്ഞത് കളവാണെന്ന് ഒരു വട്ടം ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളിലെല്ലാം ആ സംശയം നിഴലിക്കും. വാക്ക് ഭാര്യയോട് പറയാം, വാക്ക് ഇനി ഞാനത് കാണൂല, അവളുമായി ചാറ്റിംഗ് നടത്തൂല, വാക്ക് എന്ന് എത്ര പറഞ്ഞാലും ആ വാക്ക് ഒരു ചാക്കിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. ഒരു വട്ടം അവൾക്ക് മനസ്സിലായി, എന്റെ ഭർത്താവ് എന്നോട് കളവ് പറഞ്ഞിട്ടുണ്ട്. കളവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കളവ് ഭയങ്കര പ്രശ്നം. അതാണ് ഇമാം ഷർവാനി തങ്ങൾ പറഞ്ഞത്, ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ തെറ്റാണ് കളവ്. കളവ് പറയരുത്, കളവ് ചെയ്യരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽമനൂലി സിത്തം മിൻ അൻഫുസികും, നിങ്ങൾ 6 കാര്യങ്ങൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ജന്ന, സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. ഞാനല്ലേ പറയണം, ഞാനല്ലേ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യേണ്ടത്? അല്ലേ? ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത് ഞാനല്ലേ? സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഞാനല്ലേ ആദ്യം പിടിക്കണത്? ഞാനാ പറയണത്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരും, നിങ്ങൾ ഒന്നും വേണ്ട. 6 കാര്യങ്ങൾ കരാർ ഒപ്പിട്ടാൽ മതി, അത് മതി. അതിലൊന്നാമത് അവിടെ നിന്ന് പറഞ്ഞത്, വാക്കുകൾ കളവുണ്ടാവാൻ പാടില്ല.